ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹം എന്ന കൂദാശയിൽ വളരെ ഗൗരവത്തോടെ വരനും വധുവും സ്വീകരിക്കേണ്ട ഈ വാഗ്ദാനത്തെ അടയാളപ്പെടുത്തുന്ന ഒരു വിവാഹ ചടങ്ങുകൾക്കാണ് കഴിഞ്ഞ ദിനം സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചത്. ഫിലിപ്പീൻസിലെ ബുലാക്കൻ പ്രവിശ്യയിലുള്ള കത്തോലിക്ക ദേവാലയത്തിൽ വെച്ചായിരുന്നു ജേഡ്രിക്കും ജമൈക്ക അഗ്വിലറും വിവാഹിതരായത്. കനത്ത മഴയിൽ വെള്ളപ്പൊക്കം മൂലം ദേവാലയത്തിനുള്ളിൽ വെള്ളം കയറിയിരുന്നു. എന്നിരുന്നാലും മുട്ടറ്റം വെള്ളത്തിലും വരനും വധുവും അവരുടെ ബന്ധുമിത്രാദികളും ചടങ്ങിനായി എത്തിച്ചേർന്നു. ഇനിയും സമാനമായുള്ള വെല്ലുവിളികൾ ജീവിതത്തിലുണ്ടാകും. ഈ സംഭവത്തെ ഒരു പരീക്ഷണം മാത്രമായേ കാണുന്നുള്ളൂ എന്ന് വരൻ ജേഡ് പറഞ്ഞു. അസാധാരണമായ ഒരു വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തു. കൊടുങ്കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഇവരുടെ സ്നേഹത്തിനും ഐക്യത്തിനും മുന്നിൽ പരാജയപ്പെട്ടു എന്ന് അതിഥികളിലൊരാളായ ജിഗോ സാന്റോസ് അഭിപ്രായപ്പെട്ടു. ജേഡിൻ്റെയും ജമൈക്കയുടെയും വിവാഹം വലിയ വാർത്താ പ്രാധാന്യം നേടുമ്പോൾ ഇതേ പ്രദേശത്ത് ഇതേ സാഹചര്യത്തിൽ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ ദമ്പതികളല്ല ഇവർ. 2018 ഓഗസ്റ്റ് 11 ഫിലിപ്പൈൻ പ്രവിശ്യയായ ബുലാഖാനിലുള്ള ഔർ ലേഡി ഓഫ് ഹോളി റോസറി പാരിഷ് ചർച്ചിൽ വെച്ച് ജെഫേഴ്സണും ജോബൽ ഡി ലോസ് ഏഞ്ചൽസും വിവാഹിതരായിരുന്നു. ദേവാലയത്തിനുള്ളിൽ വെള്ളം കയറിയ അവസ്ഥയ്ക്കിടയിലായിരുന്നു കൂദാശ നടന്നത്. കനത്ത മഴ മൂലം ഫിലിപ്പൈൻസിലുണ്ടായ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കൊടുങ്കാറ്റ് എന്നിവ മൂലം 80,000-ലധികം ആളുകൾ വീടുകൾ വിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ നിർബന്ധിതരായതായി റിപ്പോർട്ടുകളുണ്ട്.